ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ ഒരു പുതിയ റോം എങ്ങനെയാണ് ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഏത് വെർഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, ആൻഡ്രോയിഡ് വേർഷൻ 4.4.4 ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇത് കിറ്റ്കാറ്റ് വേർഷനാണ്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൈനോജൻ മോഡ് എന്ന് പറയുന്ന OS ആണ്. സൈനോജൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ഡെവലപ്ഡ് റോമാണ്. ഇത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് അപ്ഡേഷനുകളൊന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ സൈനോജൻ മോഡ് റോം ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് ലഭിക്കും. സൈനോജൻ മോഡിൽ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ പ്രോസസ്സർ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ടുള്ള ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. നോക്കുക, ഇവിടെ കുറേ ഓപ്ഷനുകളുണ്ട്. പവർ സേവ് മോഡുണ്ട്, അതേപോലെ പെർഫോമൻസ് ഉണ്ട്. ഞാനിവിടെ പെർഫോമൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പുതിയ ഓപ്ഷനുകൾ നിങ്ങൾക്ക് സൈനോജൻ മോഡിൽ ലഭിക്കും. അതേപോലെ തന്നെ ഇവിടെ നോക്കുക, സൂപ്പർ SU എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത് നമ്മൾ ഈ സൈനോജൻ മോഡ് റോം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ റൂട്ട് അസസും ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് തീംസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഡീഫോൾട്ട് ആയിട്ടുള്ള തീമുണ്ട്. അതേപോലെ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു തീം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തീമുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിതൊന്ന് മാറ്റി നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, ഇവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് ഓരോന്ന് നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിവിടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ അപ്ലൈ ആയിട്ടുണ്ട്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൈറ്റ് കളർ ആയിരുന്നു, അത് മാറി ഇപ്പോൾ ബ്ലാക്ക് കളർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയാണെങ്കിൽ ഇവിടെ താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയേറെ ഓപ്ഷനുകൾ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് മൊബൈലിലുള്ള ആപ്ലിക്കേഷനുകളുടെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും കളർ മാറ്റാനും അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെയും അവൈലബിൾ ആണ്. ഞാനിത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. സൈനോജൻ മോഡിലുള്ള OS വർക്ക് ചെയ്യുന്ന ഒരു ഫോണാണിത്. ഈ ഫോൺ നിങ്ങൾ നോക്കുക, ഇത് വളരെ പഴയൊരു ഫോണാണ്. സാംസങ് ഗാലക്സി S2 ആണിത്. ഞാൻ ഈ ഫോണിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നതും ഒക്കെ. ഇത് സാംസങ് ഗാലക്സി S2 ആണ്. വളരെ പഴയ ഒരു ഫോണാണ് ഇത്. ഒട്ടും ഇതിന് പെർഫോമൻസും കാര്യങ്ങളും ഒന്നുമില്ല. 1 GB മറ്റോ ഇതിന് റാം ഉള്ളൂ. വളരെ സ്ലോ ആയിരുന്നു ഈ ഫോണ്. എന്തായാലും ഞാൻ 4 ദിവസം ഈ പറയുന്ന സൈനോജൻ മോഡ് 4.4.4 ആൻഡ്രോയിഡ് വേർഷന് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തു. ബാറ്ററി ബാക്കപ്പ് എനിക്ക് നല്ലോണം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് സാധാരണ 3 GB 4 GB ഉള്ള ഫോൺ ഉപയോഗിക്കുന്ന ഒരു പെർഫോമൻസ് ഈ ഫോണിൽ എനിക്ക് സൈനോജൻ മോഡ് റോം ഫ്ലാഷ് ചെയ്തതിന് ശേഷം ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അങ്ങനെ ലഭിക്കണമെന്നില്ല. പഴയ ഫോണുകളിലൊന്നും തന്നെ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നില്ല. ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്നില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും മറ്റും ലഭിക്കാത്ത ഫോണുകൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള വഴികളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ കിറ്റ്കാറ്റിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ലോലിപോപ്പിലേക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമുക്കൊരു കസ്റ്റം റിക്കവറി ഫോണിൽ വേണം. കസ്റ്റം റിക്കവറി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് റോം ഫ്ലാഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കസ്റ്റം റിക്കവറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഫുൾ ബാക്കപ്പ് നമുക്ക് എടുക്കാൻ സാധിക്കും. ബാക്കപ്പ് എങ്ങനെയാണ് എടുക്കുന്നത്, കസ്റ്റം റിക്കവറി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്, ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അതുകൊണ്ട് പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക. പഴയ വീഡിയോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുമ്പുള്ള വീഡിയോസ് അല്ല. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് കസ്റ്റം റിക്കവറിയും കസ്റ്റം റോമും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്. വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളെ ഈ ഫോണിൽ ഒരു കസ്റ്റം റിക്കവറി TWRP ടീം വിൻ റിക്കവറി പ്രോജക്റ്റ്, അതായത് TWRP എന്ന് പറയുന്ന ടച്ച് ബേസ്ഡ് റിക്കവറി കസ്റ്റം റിക്കവറി ഞാൻ ഇതിൽ വളരെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൽ ലോലിപോപ്പ് റോം ഫ്ലാഷ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഇവിടെ ഓപ്പൺ ആക്കി. കമ്പ്യൂട്ടറിൽ ഞാൻ CM12 എന്ന് പറയുന്ന വേർഷൻ, അതായത് CM11 എന്ന് പറഞ്ഞാൽ സൈനോജൻ മോഡ് 11 കിറ്റ്കാറ്റ് വേർഷനാണ്. CM12 എന്ന് പറഞ്ഞാൽ ലോലിപോപ്പ് ആണ്. CM13 എന്ന് പറഞ്ഞാൽ മാർഷ്മെലോ വേർഷനാണ്. ഞാനിവിടെ CM12 ആണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ TWRP റിക്കവറി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനും
ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ജി ആപ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ആപ്സ്, അതായത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനുകളും പ്ലേ സ്റ്റോറും മറ്റും നിങ്ങൾക്ക് ഫോണിൽ വേണമെന്നുണ്ടെങ്കിൽ ജി ആപ്സ് നിങ്ങൾ ഫ്ലാഷ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷനുകളും ഫോണിൽ ലഭിക്കത്തുള്ളൂ. അതിനുശേഷം ഞാൻ റോം ഫ്ലാഷ് ചെയ്യാനായിട്ട് സൈനജൻ മോഡ് 12 എന്ന് പറയുന്ന വേർഷനും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ രണ്ട് ഫയലുകൾ CM12 അതേപോലെ ജി ആപ്സ്, ഈ രണ്ട് ഫയലുകൾ നിങ്ങളുടെ ഫോൺ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഫയൽ കോപ്പി ചെയ്ത് ഫോൺ മെമ്മറിയിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഈ കാണുന്ന TWRP റിക്കവറി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓഡിൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യം വരും. അതേപോലെ സാംസങ് USB ഡ്രൈവർ ആവശ്യം വരും. അതുകൊണ്ട് സാംസങ് USB ഡ്രൈവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഓഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുക. ഞാനിവിടെ സാംസങ് USB ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഞാനിവിടെ ഓഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി. അതിനുശേഷം ഇനി ചെയ്യേണ്ടത് ഫോണിൽ നമുക്ക് റിക്കവറി ഫ്ലാഷ് ചെയ്യണം. അതിനായിട്ട് ഫോൺ ആദ്യം പവർ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ നിന്ന് ഫോണ് പവർ ഓഫ് ചെയ്യുകയാണ്. ഫോണിപ്പോൾ ഓഫായി. ഫോൺ പൂർണ്ണമായിട്ടും ഓഫായെന്ന് ഉറപ്പാക്കാൻ ബാറ്ററി ഊരിയതിന് ശേഷം വീണ്ടും ഒന്നിടുക. അതിനുശേഷം നിങ്ങൾക്ക് ഫോണ് ഓഡിൻ മോഡിൽ, അതായത് ഡൗൺലോഡ് മോഡിൽ ഫോൺ ഓൺ ആക്കണം. അതിനായിട്ട് ചെയ്യേണ്ടത് വോളിയം ഡൗൺ ബട്ടൺ, ഹോം ബട്ടൺ, അതേപോലെ പവർ ബട്ടൺ, ഇത് മൂന്നും കൂടി ഒരേപോലെ പ്രസ് ചെയ്യുക. ഞാൻ വോളിയം ഡൗൺ ബട്ടണിൽ പ്രസ് ചെയ്തു. അതിനുശേഷം ഹോം ബട്ടൺ, പവർ ബട്ടൺ, ഇത് മൂന്നും കൂടി പ്രസ് ചെയ്യുകയാണ്. നോക്കുക, ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ചെയ്യേണ്ടത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് വോളിയം അപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യാനാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ വോളിയം അപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. നോക്കുക, ഇവിടെ ഡൗൺലോഡിംഗ് മോഡ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിന് ഓഡിൻ മോഡ് എന്നാണ് പറയുന്നത്. ഇനി ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഫയൽ ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ മൊബൈല് ഡൗൺലോഡിംഗ് മോഡിലാക്കി. ഇനി നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. അതിനായിട്ടൊരു USB കേബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ USB കേബിൾ ഉപയോഗിച്ച് ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ഓഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഫോൺ ഡിറ്റക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു കളർ ചേഞ്ച് വരുന്നത് കാണാൻ സാധിക്കും. ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, ഇവിടെ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ മൊബൈൽ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഇവിടെ ഒന്നും താഴെയായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നും ഓട്ടോ റീബൂട്ട് എന്ന് പറയുന്നത് അൺചെക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് PDA എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. PDAയിൽ ക്ലിക്ക് ചെയ്യുക. PDAയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയാണോ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ ആക്കുക. ഞാനിവിടെ S2CM12 എന്ന് പറഞ്ഞാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, TWRP റിക്കവറിയുടെ ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ഇത് .tar എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും ഉള്ളത്. ഈ ഫോർമാറ്റിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലൂടെ PDA എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഫയൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. .tar ഉള്ള ഫോർമാറ്റിലാണെങ്കിൽ മാത്രമേ ഈ ഫയൽ ലഭിക്കത്തുള്ളൂ. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ചെയ്യാനില്ല. ഒരു കാര്യം ഉറപ്പാക്കുക, ഓട്ടോ റീബൂട്ട് എന്നുള്ളത് അൺചെക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കേർണൽ റീസെറ്റ്. ഇപ്പോൾ ഇതിൽ TeamWin റിക്കവറി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം 1 മിനിറ്റ് ഇതേപോലെ തന്നെ ഫോണ് വെക്കുക. ഡേറ്റ കേബിൾ ഡിസ്കണക്ട് ചെയ്യില്ലേ. ഓക്കെ, 1 മിനിറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഡേറ്റ കേബിൾ ഡിസ്കണക്ട് ചെയ്യുക. ഡേറ്റ കേബിൾ ഞാൻ ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം ചെയ്യേണ്ടത്, വീണ്ടും ഫോണിൻ്റെ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ബാറ്ററി റിമൂവ് ചെയ്തു, വീണ്ടും ഇടുകയാണ്. ഇനി നമുക്ക് ഫോണ് റിക്കവറി മോഡിൽ ഓൺ ആക്കണം. അതിന് ചെയ്യേണ്ടത് വോളിയം അപ്പ്, ഹോം, അതേപോലെ പവർ ബട്ടൺ, ഇത് മൂന്നും ഒരേപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. ലോഗോ വന്നു കഴിയുമ്പോൾ, സാംസങ്ങിൻ്റെ ലോഗോ വന്നു കഴിയുമ്പോൾ പവർ ബട്ടണിൽ നിന്ന് കൈയെടുക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ TeamWin റിക്കവറിയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ലോഗോ വരുമ്പോൾ മറ്റ് 2 ബട്ടണുകളിൽ നിന്നും കൈയെടുക്കുക. ഇവിടെ നോക്കുക, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും TeamWin റിക്കവറി പ്രൊജക്ട് 2.8.7 ആണ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് സാംസങ് S2 എന്ന് പറയുന്ന ഫോണിന് വേണ്ടിയുള്ള റിക്കവറിയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോണിന് വേണ്ടിയുള്ള
സെയിം ഫയൽ മാത്രം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. തെറ്റായിട്ടുള്ള ഇൻസ്റ്റാളേഷനിലൂടെ നിങ്ങളുടെ ഫോണ് കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ബാറ്ററി ചാർജ് ഞാൻ പറഞ്ഞ പോലെ 70%-ന് മുകളിൽ ഉണ്ടായിരിക്കണം ഇതേപോലെയുള്ള കാര്യങ്ങൾ ഫോണിൽ ചെയ്യുമ്പോൾ. ഇവിടെ നിങ്ങൾക്ക് വൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങളുടെ ഫോണ് ഫാക്ടറി റീസെറ്റ് ചെയ്യണം. അതിനായിട്ട് താഴെയായിട്ട് വൈപ്പ് ഫോർ ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ വൈപ്പ് ചെയ്യുക. ഇവിടെ നോക്കുക, ഫാക്ടറി റീസെറ്റ് കംപ്ലീറ്റ്. അതിനുശേഷം ബാക്ക് ചെയ്യുക. അതിനുശേഷം അഡ്വാൻസ്ഡ് വൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും ഡാൽവിക് കെ അതേപോലെ കെ ഫയൽ ഇത് രണ്ടും സെലക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ അൺചെക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും സ്വൈപ്പ് ചെയ്യുക. അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇൻസ്റ്റാളിൽ നമുക്കിപ്പോൾ SD കാർഡല്ല, സിസ്റ്റം സ്റ്റോറേജ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ സിസ്റ്റം സ്റ്റോറേജ് സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം കോപ്പി ചെയ്ത ഫോൺ മെമ്മറിയിലേക്ക് കോപ്പി ചെയ്ത ഫയലാണ് ഇവിടെ കാണുന്നത്. CM12 അതേപോലെ GApps രണ്ട് ഫയലുകളും ഇവിടെ കാണാൻ സാധിക്കും. GApps നോക്കുക, 5.1 ലോലിപോപ്പ് വേർഷന് വേണ്ടിയുള്ള GApps ആണ്. അതേപോലെ CM12 എന്ന് പറയുന്നത് ഫോണിൻ്റെ മോഡൽ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഫോണിന് വേണ്ടി S2 വേണ്ടിയുള്ള ലോലിപോപ്പ് വേർഷനാണ് സൈനജൻ ബോർഡിൻ്റെ. അത് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു. അതിനുശേഷം സ്വൈപ്പ് ടു കൺഫേം ഫ്ലാഷ്, അതായത് ഫ്ലാഷ് ചെയ്യാനായിട്ട് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫോണിലേക്ക് പുതിയ റോം ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും എറർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഓൺ ആകുക എന്നുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ബൂട്ട് ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഫോൺ പോകും. അതായത് ബൂട്ട് ലോഡർ ഉണ്ട്, നമ്മുടെ ഫോണിൽ ബൂട്ട് ലോഡർ ഉണ്ട്. ആ ബൂട്ട് ലോഡർ അൺലോക്ക് ആയിരിക്കുന്ന ഫോണുകളിൽ ഇതേപോലെയുള്ള പ്രോസസ്സിങ്ങുകളൊന്നും തന്നെ ചെയ്യാനായിട്ട് ഫോണിൻ്റെ ബൂട്ട് ലോഡർ അനുവദിക്കുന്നില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിലല്ല ചെയ്തതെങ്കിൽ ബൂട്ട് ലൂപ്പിലേക്ക് സിസ്റ്റം ഓൺ ആകാൻ സാധ്യതയുണ്ട്. അതായത് ഫോൺ ഓൺ ആകത്തില്ല, ലോഡർ വീണ്ടും നമ്മളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫോണിന് വേണ്ടിയുള്ള ഫയലുകളാണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു സിസ്റ്റത്തിൽ റോം ഫ്ലാഷ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് സിസ്റ്റം ഫുള്ളി ഫോർമാറ്റ് ആയിരിക്കണം. ഫോർമാറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പഴയ സിസ്റ്റത്തിൻ്റെ ഫയലുകൾ ഏതെങ്കിലും ഈ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു റോം ഫ്ലാഷ് ചെയ്യുമ്പോൾ ക്രാഷ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പഴയ ഫയലുകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. സക്സസ്ഫുൾ എന്നാണ് ഇവിടെ എഴുതി വന്നിരിക്കുന്നത്. അതായത് ഫോണിൽ ഇപ്പോൾ ലോലിപോപ്പ് വേർഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് ബാക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തായിട്ട് GApps ഫ്ലാഷ് ചെയ്യണം. അതിനായിട്ട് GApps സെലക്ട് ചെയ്യുക. വീണ്ടും സ്വൈപ്പ് ടു കൺഫേം ഫ്ലാഷ് എന്നുള്ളതിൽ ഗൂഗിൾ ആപ്സും അതേപോലെ പ്ലേ സ്റ്റോർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഗൂഗിളിൻ്റെ എല്ലാ കാര്യങ്ങളും GApps ഫ്ലാഷ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് കസ്റ്റം റോമിൽ ലഭിക്കത്തുള്ളൂ. അങ്ങനെ GApps നിങ്ങൾ ഫ്ലാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം റോമിൽ ഗൂഗിളിൻ്റെ ഒരു സർവീസും ലഭിക്കത്തില്ല. ഇവിടെ ഫോൺ ലോക്ക് ആയിരിക്കുകയാണ്. ഞാനിവിടെ ലോക്ക് ഓപ്പൺ ആക്കുകയാണ്. നോക്കുക, GAppsഉം സക്സസ്ഫുൾ ആയിട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ റീബൂട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. റീബൂട്ട് സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഈ സാംസങ്ങിൻ്റെ ഈ ലോഗോ എല്ലാ കാര്യങ്ങളും നമുക്ക് കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ഫോണിൻ്റെ A to Z കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കാണുന്ന ലോഗോ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ബൂട്ടിൽ കുറച്ച് സമയമെടുക്കും ഓൺ ആകാനായിട്ട്. ആപ്ലിക്കേഷനുകളൊക്കെ ലോഡാകുകയാണ്. ഒപ്റ്റിമൈസിങ് ആപ്സ് എന്നാണ് ഇവിടെ എഴുതി വന്നിരിക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും ഇതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ആകാനായിട്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ കാണാൻ സാധിക്കും ഫോൺ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കൊടുക്കുകയാണ്. വൈഫൈ കണക്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോണിൽ ലോലിപോപ്പ് റോം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഗോട്ട് ഇറ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്തു. പുതിയൊരു
സെറ്റപ്പിലേക്ക് ഫോൺ മാറിയിട്ടുണ്ട്. നോക്കുക, പ്ലേ സ്റ്റോറും അതേപോലെ ഗൂഗിളിൻ്റെ എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ജി ആപ്സ് ഫ്ലാഷ് ചെയ്തുകൊണ്ടാണ് ഇത് ലഭിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു സർവീസും കസ്റ്റം റോം മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ ലഭിക്കത്തില്ല. നമുക്കിനി സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഞാൻ ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയാണ്. നോക്കുക, അതിനുശേഷം എബൌട്ട് ഡിവൈസ് എന്നുള്ളത് ഓപ്പൺ ആക്കി ഇവിടെ നോക്കുക, ആൻഡ്രോയിഡ് വേർഷൻ 5.1.1. കിറ്റ്കാറ്റിലായിരുന്നു ഈ ഫോണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ അത് ലോലിപോപ്പിൽ ആക്കി. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലും ഇതേപോലെ നിങ്ങളുടെ ഫോണും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്ഡേഷൻ ഒന്നും ഒഫീഷ്യലായിട്ട് ലഭിക്കാത്ത ഫോണുകളും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കുക, മോഡൽ നമ്പർ സൈനോജൻ മോഡ് വേർഷൻ 12.1 ആണ്. അതേപോലെ കേർണൽ വേർഷൻ 3.0.31 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുള്ള കാര്യവുമാണ്. ഓക്കെ, അവിടെ ഒന്ന് ക്യാമറ ഓപ്പൺ ആക്കി നോക്കുക. എൻ്റെ ഈ ക്യാമറ ഈ ഫോണിൽ വളരെ കൊള്ളാത്തൊരു ക്യാമറയാണ്. ഇവിടെ നോക്കുക, കുറേ സ്ക്രാച്ച് ഒക്കെ വീണതുകൊണ്ട് ഈ ക്യാമറ കറക്റ്റ് ഫങ്ഷൻ ചെയ്യുന്നില്ല. ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ക്ലാരിറ്റി വളരെ കുറവാണ്. 8 മെഗാപിക്സൽ ക്യാമറ ആണ്. ഇത് നല്ല ക്യാമറയാണ്. പക്ഷെങ്കിൽ എൻ്റെ ഫോണിൽ ക്യാമറ സ്ക്രാച്ച് വീണ് പോയതുകൊണ്ടാണ്. ഓക്കെ, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ കോണ്ടാക്ട്സ് ഓപ്പൺ ആക്കി നോക്കുക, ഞാൻ നിങ്ങളെ കാണിച്ചു. അതേപോലെ മെസ്സേജ് ഓപ്പൺ ആക്കി. ഇനി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. സെറ്റിങ്സ് ഓപ്പൺ ആവുന്നുണ്ട്. വൈഫൈ ഓൺ ആയിട്ടുണ്ട്. മൊബൈൽ നെറ്റ്വർക്ക് ഓൺ ആണ്. ഇവിടെ നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്. ബാറ്ററി ചാർജ് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ കാര്യമൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലെത്തി വീഡിയോകൾ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.